എന്താണ് ഈ മൊയ്തുക്കാന്റെ കാര്യം? ഇയാള് എവിടെ പോയി കിടക്കുക? 9 മണിയായി. സത്യേട്ടാ ഇതെന്താ ആലോചിച്ച് നിക്കണേ? ഇറങ്ങാൻ നോക്ക്, മണി 9 പോണു. ഞാൻ ഇറങ്ങി പോയിട്ട് എന്താ കാര്യം? മൊയ്തുക്കാരന്റെ എത്ര ദിവസം മുമ്പ് ഞാൻ പറഞ്ഞത് രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണമെന്ന്. മൊയ്തുക്കാക്ക് എന്ത് രാഹുകാലം? സത്യേട്ടാ ലക്ഷങ്ങൾ വെച്ചുള്ള കളിയാണ്, സൂക്ഷിക്കണം. എടി ബിസിനസ് ചെയ്യുന്നത് മൊയ്തുക്കല്ലേ, നമ്മളല്ലല്ലോ. നമ്മൾ പൈസ ഇറക്കുന്നല്ലേ ഉള്ളൂ. ആ പൈസക്ക് ഒരു കുഴപ്പവും വരില്ല. മരക്കച്ചവടം എന്താന്ന് മൊയ്തുക്കാക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. എന്റെ ടെൻഷൻ മാറണമെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് നടന്നു കാണണം. നിങ്ങളൊന്നാ മൊയ്തുക്കാനെ വിളിക്കാൻ എത്ര നേരമായി പറയണു? നീ എപ്പ ചെല്ലാനാ അവിടെ? നല്ല ആളാണ്, വേഗം വരങ്ങളി. എന്താണ് മൊയ്തുക്ക എപ്പോ വരാന്ന് പറഞ്ഞത്? അത് എന്റെ അടുത്ത് പറ്റിയാണേ. ഞാൻ സമയത്തിന് ഇറങ്ങാൻ നിന്നാ. ഇറങ്ങാൻ നേരത്തെ അളിയൻ കയറി വന്ന്, കോയമ്പത്തൂരിലെ അളിയനെ. അവൻ കയറി ഓനോട് കുറച്ച് കായിന്റെ കാര്യം പറഞ്ഞിനി, മോളെ നിക്കാതിന് വേണ്ടിയിട്ട് ഓൻ സഹായിക്കാന്ന് പറഞ്ഞാണ്. ഇന്നിപ്പോ രാവിലെ ഓന്നിട്ട് വന്നിട്ട് പറയണത് അതൊന്നും ശരിയാവില്ല, ഒരു വിചാരിച്ച മാതിരി ഒന്നും കാര്യം നടന്നില്ല. ആകെ കൊയമാന്തരായി. നിങ്ങളിപ്പോ എന്തിനാണ് ഇപ്പൊ ആകെ ബേജാറായിട്ട് നടക്കണ? പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനല്ലേ നമ്മൾ ബിസിനസ് ചെയ്യണത്. നിങ്ങളുടെ മകളുടെ കല്യാണത്തിനൂടെയും കണക്കാക്കിയിട്ടല്ലേ ഞാൻ പൈസ ഇറക്കണത്. അതാണ് ഒരു മാസം കഴിഞ്ഞാൽ ഇരട്ടി ലാഭവും കിട്ടും. അതാണ് ഇപ്പൊ നമ്മള് സമാധാനം. ഇപ്പൊ നമ്മള് പഠിച്ചോനാ ഞങ്ങളെ കൊയ്യാപ്പളാ. ചായ ഒന്നും വേണ്ട, ഷുഗറും പ്ലഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാ ഒന്നും വേണ്ട. 9 മണിക്ക് പഞ്ചായത്തിൽ എത്താൻ ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞാ. ഇനി ബൈക്കണ്ട നമ്മള് ഒന്ന് നോക്കിക്കോളണേ, എനിക്കൊരു സമാധാനം ഇല്ല. മൂപ്പരെയോ? മൂപ്പരെന്താ കിള്ള കുട്ടിയെ നോക്കിക്കൊണ്ട് കിടക്കേ? അയ്യോ അതല്ല, പൈസ എണ്ണുമ്പോഴേ പണ്ടേ കണക്കിന് പുറകോട്ടാ. അതെ, ഞാൻ കണക്കിന് പുറകോട്ടാണെങ്കിൽ നീ ഇത്രയും നല്ല സുഖ സൗകര്യമായിട്ട് ഇവിടെ ജീവിക്കൂടി. എന്തെങ്കിലും പറയുമ്പോ എന്നെ ഇങ്ങനെ ഇരുന്ന് കളിയാക്കും. നിങ്ങൾ ബേജാറുണ്ടെങ്കിൽ സമലെടുത്തിയേ. ഒരുപാട് കൈ ഉണ്ട്, കൈയാണിത് മൊയ്തുക്കാരുടെ കൈ. ഈ കൈന്ന് 5 പൈസ ചോർന്നു പോലെ അതുപോലെ. അത് മതി. ഇറങ്ങിയല്ലേ? അയ്യോ എന്നാ ചോറിന വരുമല്ലോ ഉച്ചക്ക്. അതിനൊന്നും നിൽക്കണ്ടേ, പഞ്ചായത്തിലേക്കാണ് പോണ. സത്യത്തില് എപ്പ കഴിച്ചിലാവുന്ന ഒരു പിടുത്തം ഉണ്ടാവില്ല. അയ്യോ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാം. അതൊന്നും വേണ്ട. ഉമ്മക്കേ ടൗണിൽ നിന്ന് കൊയ്മന്തി എന്തെങ്കിലും കഴിക്കാൻ. എന്തിന്റെ കേടാണ് നിങ്ങൾക്ക്? എന്തിനാണ് ഈ കുഴിമന്തി? അത് ഗൾഫിൽ നിന്ന് തിന്നിട്ട് വയറാകെ കേടായിട്ടിരിക്കുകയാണ്. ഇവിടെ ഇവള് നല്ല മുരിങ്ങ കൂട്ടാനും ചോറുണ്ടാക്കും. പിന്നെ അത് മതി. അതുപോലെ അയിലും പൊരിച്ചോണ്ടി. എന്തിനാണ് അയില? എങ്ങക്കല്ലേ കൊളസ്ട്രോളും സൂറാന്നൊക്കെ പറഞ്ഞു? അല്ല, അയിലയിൽ കൊളസ്ട്രോൾ കുറവാണല്ലോ. അയില തിന്നിട്ടുള്ള കൊളസ്ട്രോൾ ഒക്കെ വന്നോട്ടെ. എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്തെടുക്കാൻ? എടുക്കാൻ പറഞ്ഞു. പിന്നെ പോലും വണ്ടിയായി. ഞാൻ നേരില്ലാത്ത നേരത്താണ് വേം വരിട്ടോ. 9 കട എത്തണ്ടാണ്. ഇപ്പൊ തന്നെ വല്ലാണ്ട് വൈകിക്കണം നമ്മള്. എന്ത് എന്താ ശ്യാമള ഇത്? നിനക്ക് എന്താ വട്ടുണ്ടോ? ദേ പോയി ദേ വന്ന് പ്രശ്നവേഷം പോലെ നിക്കണ്. സത്യേട്ടാ നിറകൂടെ നല്ല ശകുനാണ്. ഇനി ഇറങ്ങിക്കോ. വല്ലാത്തൊരു കഷ്ടാണ്. ഇറങ്ങിയാല്